മെറ്റാഡ്സിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് ഓരോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ഇതാണ് സ്പെൻഡ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു AI ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് തരും. നിങ്ങളുടെ ആഡ്സ് മാനേജറിൽ പോയിട്ട് അവിടുന്ന് ഏതൊക്കെയാണ് ആഡ് അക്കൗണ്ട് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ടൂൾ തരും. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ദിവസമായിട്ട് നമ്മുടെ മെറ്റാ ബിസിനസ് സൂട്ടിന്റെ സൈഡിൽ മാനസ് AI എന്നുള്ള ഒരു ടൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടൂളിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ആ ഒരു ടൂളുമായിട്ട് നമുക്ക് മെറ്റാ ആഡ്സ് മാനേജർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഇതുപോലുള്ള വീഡിയോസിനും ടിപ്സിനും വേണ്ടിയിട്ട്. ഇത് കണ്ടവരാണെങ്കിൽ മാനസ് AI പറ്റി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിട്ടോളൂ. അപ്പൊ ഈ ടൂളിൽ പോയതിനു ശേഷം അതിന്റെ ഏറ്റവും ബോട്ടം സൈഡിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കണക്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. കണക്ടേഴ്സിൽ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മെറ്റാഡ്സ് മാനേജറോട് കിടക്കുന്നുണ്ട്. ഇവിടെ ആഡ് കണക്ടേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ മെറ്റാഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഒരു പെർമിഷൻ കൊടുക്കേണ്ടി വരും. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു ഡാഷ്ബോർഡിലോട്ട് വരും. അപ്പൊ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് മന്തിൽ എന്റെ ക്യാമ്പയിൻസിന്റെ റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അതുവഴി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാണുന്നത്. ടൂൾ കുറച്ച് സ്ലോ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പെയ്ഡ് വേർഷൻ എടുത്താലുള്ളൂ നമുക്ക് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കും, എത്രത്തോളം റിലയബിൾ ആയിരിക്കും എന്ന് എനിക്കും അറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു മെറ്റാ ആഡ്സ് പെർഫോമൻസ് റിവ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ ഇൻസൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, മെസ്സേജിങ്സ് എത്ര ലീഡ്സ് കിട്ടി, കോസ്റ്റ് പെർ ലീഡ് എത്രയാണ്, ടോട്ടൽ റീച്ച് ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് ഓവർവ്യൂ ഉണ്ട്, നമ്മുടെ ആവറേജ് CPA വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ബെറ്റർ ആയിട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് വൃത്തിയിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്, പോസ്റ്റിന്റെ എൻഗേജ്മെന്റ് എത്രയാണ്, വീഡിയോസിന്റെ വ്യൂസ് എത്രയാണ്, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ എന്ത് ചെയ്യണം എന്ന് വരെ, ലൈക്ക് എന്താണ് ഇനി നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്, അതടക്കം ഒരു ക്ലയന്റ് നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ട് ഡെലിവറി ചെയ്യണമെന്ന് പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ കുറച്ച് ടൈം എടുക്കും ഇത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൂൾ കുറച്ച് സ്ലോ ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോ ലൈക്ക് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻസ്, ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഇതുപോലുള്ള ഓട്ടോമേഷൻസും അതുപോലെ കുറെ അധികം ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണെന്ന് കാണുന്നുണ്ട്. ബട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെറ്റാഡ്സ് റൺ ചെയ്യുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു.